നിങ്ങളെല്ലാവരും കണ്ടിട്ടുണ്ടാവുമല്ലോ ഈ ഇത്തിരി കുഞ്ഞന്മാരെ. ചെറുതേനീച്ചയാണ് ഇത്. തേനീച്ചകളുടെ കൂട്ടത്തിലെ ഏറ്റവും ചെറിയവരാണ് ചെറുതേനീച്ചകളെങ്കിലും സ്വഭാവം കൊണ്ടും രൂപം കൊണ്ടും വർഗം കൊണ്ടും ഇവർ ഏറെ വ്യത്യസ്തരാണ്. എപ്പിസ് കുടുംബത്തിലാണ് തേനീച്ചകൾ. എന്നാൽ ഇവർ ടെട്രാഗോണുല എന്ന കുടുംബത്തിലെ കൊമ്പില്ലാത്ത ഈച്ചകളുടെ വിഭാഗത്തിലാണ് പെടുന്നത്. വായുസഞ്ചാരമില്ലാത്ത പൊത്തുകളിലാണ് ഇവർ കൂടുകൂട്ടുന്നത്. മരപ്പൊത്തുകളിലും കൽക്കെട്ടുകളിലും വീടിൻ്റെ തറയുടെ ഉള്ളിൽ വരെ ഇവരെ കാണാം. ഇലക്ട്രിക് മീറ്റർ ബോക്സിൻ്റെ ഉള്ളിൽ വരെ ഇവർ സുഖമായി താമസിക്കും. അതുകൊണ്ടുതന്നെ പലപ്പോഴും ഉപദ്രവകാരികളായ മറ്റ് ഈച്ചകളുടെ ഗണത്തിൽപ്പെടുത്തി ഇവയെ തുരത്താറാണ് പതിവ്. അതിനാൽ ചെറുതേനീച്ചകൾ കൂട്ടത്തോടെ കൊല്ലപ്പെടുകയും ഇവയുടെ തേനുൾപ്പെടെ കൂട് നശിച്ചു പോകുകയും ചെയ്യാറുണ്ട്. കൂടിൻ്റെ പ്രവേശനദ്വാരം കുഴൽ പോലെ പുറത്തേക്ക് നീട്ടിയാണ് ഇവരുടെ കൂട് കാണപ്പെടുന്നത്. മറ്റ് ജീവികൾ ശല്യപ്പെടുത്താതിരിക്കാൻ സ്വയം ഉൽപ്പാദിപ്പിക്കുന്ന ഒരുതരം മെഴുകുകൊണ്ട് കൂടിൻ്റെ ചുറ്റും അടയ്ക്കും. പശ പോലെ കട്ടിയുള്ള ഈ അരക്കാണ് ഉറുമ്പുകൾ ഉൾപ്പെടുന്ന ഇവരുടെ ശത്രുക്കളെ തടയുന്നത്. കൂടാതെ കവാടത്തിൽ കാവൽ നിൽക്കുന്ന പടയാളികളുമുണ്ട്. ഒരു നേരിയ ആപൽ സൂചന കിട്ടിയാൽ അവർ ഒന്നടങ്കം പുറത്തേക്കിറങ്ങി ആക്രമണത്തിന് തയ്യാറാകും. വിഷമുള്ളുകളില്ലാത്തവരാണ് ഇവരെങ്കിലും കൂട്ടമായി ചെന്ന് കടിച്ചും ശല്യപ്പെടുത്തിയും ഇവർ ശത്രുക്കളെ തുരത്തും. ഇത്തരം ജീവിവർഗങ്ങൾക്കുള്ളതുപോലെ അറകളും റാണിയും ജോലിക്കാരും കാവൽക്കാരും ഇവർക്കുമുണ്ട്. ആണീച്ചകളുമായി ഇണചേർന്നു കഴിഞ്ഞാൽ പെണ്ണീച്ചകൾക്ക് പറക്കാനുള്ള ശേഷി നഷ്ടപ്പെടും. ഇവർ പിന്നെ കൂട്ടിൽ തന്നെ കഴിയാറാണ് പതിവ്. കൂട്ടിൽ ആദ്യം പൂമ്പൊടിയും പിന്നെ മുട്ടകളും അതിനുശേഷം ചെറിയ ഗോളങ്ങളായി തേനുകളും സൂക്ഷിച്ചു വയ്ക്കും. ഔഷധ ഗുണമുള്ള ചെറുതേനിന് ആവശ്യക്കാരേറെയുള്ളതിനാൽ മാർക്കറ്റിൽ നല്ല വിലയുമുണ്ട്. ചുറ്റുപാടും നിരീക്ഷിച്ചാൽ നമുക്കും കാണാം ഇത്തിരി കുഞ്ഞന്മാരായ ഒത്തിരി ഗുണങ്ങളുള്ള ചെറുതേനീച്ചക്കൂടുകൾ. സംരക്ഷിക്കാനായില്ലെങ്കിലും നശിക്കാതിരിക്കാൻ ശ്രദ്ധിക്കുക. ഭൂമിയുടെ അവകാശികൾ മാത്രമല്ല, പ്രകൃതിയുടെ നിലനിൽപ്പിൻ്റെ അവിഭാജ്യ ഘടകം കൂടിയാണിവർ. ഭൂമിയിലെ ഭക്ഷ്യശൃംഖലയുടെ പ്രധാന കണ്ണിയായ തേനീച്ചകൾ ഇല്ലാതായാൽ നമുക്ക് സംഭവിക്കാവുന്ന ഭീകരമായ ദുരന്തങ്ങളെക്കുറിച്ച് ഒരുപാട് പഠനങ്ങൾ നമ്മുടെ മുന്നിലുണ്ട്. അതുകൊണ്ട് തന്നെ ഇവയെ സംരക്ഷിക്കേണ്ടത് നമ്മുടെ ഉത്തരവാദിത്വവുമാണ്.